ഹായ് ലേണേഴ്സ്, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ഭവിഷ്യ. കേട്ടറ്റ് സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന, കേട്ടറ്റിനും കേരള PSCക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ആദ്യകാല ചെറുത്തുനിൽപ്പ് കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് വരുന്നത് കേരളത്തിലെ ആദ്യകാല ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് കലാപങ്ങളാണ്. അപ്പൊ ഈ കലാപങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 18ഉം 19ഉം നൂറ്റാണ്ടുകളില് കേരളത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സായുധ പോരാട്ടങ്ങളാണ് എന്ത് നൂറ്റാണ്ടുകൾ ആണ് കേട്ടോ. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സായുധ പോരാട്ടങ്ങളെയാണ് നമ്മൾ കേരളത്തിലെ ആദ്യകാല ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, കലാപങ്ങൾ, ആദ്യകാല ചെറുത്തുനിൽപ്പ് കലാപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ കുറച്ച് കലാപങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് ദെൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് ഓരോന്നിന്റെയും വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ കലാപമായിട്ട് വരുന്നത്. ആദ്യത്തെ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. വർഷം വരുന്നത് 1721 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടിത സായുധ കലാപം. നോട്ട് ദ പോയിന്റ്. ആദ്യത്തെ സംഘടിത സായുധ കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഉത്തരം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. 1721 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപം. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു കലാപമാണ് പഴശ്ശി സമരങ്ങൾ. നമ്മളോട് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് വർഷം ചോദിക്കാറുണ്ട്. ദെൻ ഇത് പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്, അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ നമുക്ക് ക്രൊണോളജിക്കലി ഇവന്റുകൾ തന്നിട്ട് ക്രൊണോളജിക്കലി കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താനായിട്ടും അത്തരം ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ. പിന്നെ റെയർ ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അപ്പോ അടുത്ത കലാപം എന്ന് പറയുന്നത് പഴശ്ശി സമരങ്ങളാണ്. രണ്ട് ഘട്ടങ്ങളില് ഒന്നും രണ്ടും പഴശ്ശി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി സമരങ്ങൾ നടന്നിട്ടുള്ളത്. വയനാട്ടിലും മലബാറിലും നടന്നിട്ടുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ഒളിപ്പോർ പോരാട്ടം, ചിലപ്പോ ഒളിപ്പോർ എന്നായിരിക്കില്ല, ഗറില്ല യുദ്ധമുറ എന്നായിരിക്കും പേര് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അടുത്തതാണ് കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം നടന്നിട്ടുണ്ടായിരുന്നത്. തിരുവിതാംകൂറിലെ ദിവാനായിട്ടുണ്ടായിരുന്ന വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ള സമരമാണ് കുണ്ടറ വിളംബരം. അടുത്തത് പാലിയത്തച്ഛന്റെ സമരമാണ്. കുണ്ടറ വിളംബരത്തിന്റെ സെയിം വർഷം തന്നെയാണ് എന്ത് പാലിയത്തച്ഛന്റെ സമരവും നടന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ കൊച്ചിയിലെ ബ്രിട്ടീഷ് സ്വാധീനത്തിനെതിരെ നടന്നിട്ടുള്ള പോരാട്ടമാണ് പാലിയത്തച്ഛന്റെ സമരം. അടുത്തത് കുറിച്യ ലഹള. 1812 കുറിച്യ ലഹള നടന്നിട്ടുള്ളത്. ഇത്രയാണ് പ്രധാന കലാപങ്ങൾ. ആദ്യകാല ചെറുത്തുനിൽപ്പ് കലാപങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇത്രയാണ്. ദെൻ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നീട് മലബാർ കലാപങ്ങൾ പോലുള്ള, മാപ്പിള ലഹളകൾ പോലുള്ള കലാപങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തന്നെ ഒന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആറ്റിങ്ങൽ കലാപം പറഞ്ഞു, പിന്നെ പഴശ്ശി കലാപങ്ങൾ പറഞ്ഞു, ദെൻ കുണ്ടറ പ്രൊക്ലമേഷൻ പറഞ്ഞു, പാലിയത്തച്ഛന്റെ സമരം പറഞ്ഞു, കുറിച്യ ലഹള പറഞ്ഞു. ഇനി ഇതിൽ ആദ്യത്തേതായിട്ടുള്ള ആറ്റിങ്ങൽ കലാപത്തിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം വരുന്നത് 1721 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 1721. അപ്പൊ കേരളത്തിലെ ബ്രിട്ടീഷുകാരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ, ഇത് ഇന്ത്യ എന്നാണ് കേട്ടോ, ട്രാൻസ്ലേഷൻ എറർ ആണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിതമായിട്ടുള്ള സായുധ കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് വർഷവും ഡേറ്റും ഏപ്രിൽ 15 ആണ്. 1721 ഏപ്രിൽ 15 കറക്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ഒരു അധികാര മനോഭാവം, അവരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണം, അതൊക്കെയാണ്.
അതായത് അഞ്ചുതെങ്ങില് ഫാക്ടറി മേധാവി ആയിട്ടുണ്ടായിരുന്നു. അഞ്ചുതെങ്ങില് ബ്രിട്ടീഷുകാർക്ക് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അതുപോലെ വേണാടിലും തലശ്ശേരിയിലും ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഫാക്ടറി ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി ആയിരുന്നു അഞ്ചുതെങ്ങിൽ ഉണ്ടായിരുന്നത്. ഇവിടത്തെ മേധാവിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വില്യം ഗിൽഫോർഡ്. വില്യം ഗിഫോർഡ്. ഓക്കെ, ഈ വില്യം ഗിഫോർഡിന്റെയും അതുപോലെ അദ്ദേഹത്തിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഭയങ്കര ജനദ്രോഹപരമായിട്ടുള്ള നടപടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടുകാരിലെ ഭയങ്കരമായിട്ടുള്ള ഒരു രോഷം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ദെൻ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യാപാരികളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുരുമുളക് ശേഖരിക്കുന്നതിലും അതിന്റെ അളവിലും ഒക്കെ വില നിശ്ചയിക്കുന്നതിലും ഒക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതില് ബ്രിട്ടീഷുകാര് വലിയ തോതിൽ ഇടപെടാനായിട്ട് തുടങ്ങി. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, അതിൽ ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ടുള്ള വെട്ടിപ്പുകളും അഴിമതിയും ഒക്കെ നടത്താനായിട്ട് തുടങ്ങി. അപ്പൊ അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് വരുന്നത്. അടുത്ത കാരണമായിട്ട് വരുന്നത് പാരിതോഷികളും അതുപോലെ തന്നെ കപ്പവും നിരോധിക്കല് അല്ലെങ്കിൽ നിഷേധിക്കല്. അതായത് ആറ്റിങ്ങൽ റാണിക്ക് വർഷാവർഷം ഇങ്ങനെ ഇത്ര തുക കപ്പം കൊടുക്കാം, പാരിതോഷികം നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ഇവിടെ ഇത്തരത്തിലൊരു കോട്ട പണിയാനായിട്ട് അഞ്ചുതെങ്ങില് കോട്ട പണിയാനായിട്ടുള്ള അവകാശം വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ കൊടുക്കാനായിട്ട് പിന്നീട് സമ്മതിച്ചില്ല. അത് മാത്രമല്ല, ഇവർ ഡയറക്റ്റ് ആയിട്ട് റാണിയുമായിട്ട് കണക്ഷൻ വരുത്താനായിട്ട് ശ്രമിച്ചു. അതായത് ഈ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ആയിരുന്നില്ല. ഇതിന്റെ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു മാടമ്പികളും അതുപോലെ തന്നെ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗവും. അപ്പോൾ ഇവരെ ഒഴിവാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. ഇതും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് ആറ്റിങ്ങൽ കലാപത്തിന്റെ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പ്രധാന കാരണം പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു, ഈ റാണിക്ക് ഈ പാരിതോഷികങ്ങളൊക്കെ നേരിട്ട് കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഇവര് റാണിയോട് നേരിട്ട് ബന്ധം പുലർത്താനായിട്ട്, അതായത് ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് നാട്ടുരാജ്യമായിട്ട് ഡയറക്റ്റ് ബന്ധം സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ അവരുടെ കുരുമുളകിന്റെ വിലയിലുണ്ടായിട്ടുള്ള അവര് കുരുമുളകിന്റെ വില നിശ്ചയിക്കുന്നതിലൊക്കെ ഇവര് ഇടപെടാൻ തുടങ്ങിയത്, അതിലെ ഇവർ നടത്തിയിട്ടുള്ള അഴിമതികൾ, അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണങ്ങൾ. അപ്പൊ ഇതിനെ തുടർന്നിട്ട് എന്താ ഉണ്ടായത്? തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയാണ് ഉണ്ടാവുന്നത്. ദെൻ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് മേധാവി എന്ന് പറയുന്നത്, അതായത് ഈ അഞ്ചുതെങ്ങ് കോട്ടയിലെ മേധാവി എന്ന് പറയുന്നത് ആരായിരുന്നു? വില്യം ഗിഫോർഡ് ആയിരുന്നു കേട്ടോ. ദെൻ ഈ വില്യം ഗിഫോർഡും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അടക്കമുള്ള ഒരു 150ഓളം പേര് ആറ്റിങ്ങൽ റാണിക്ക് ഇങ്ങനെ പാരിതോഷികം കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു വ്യാജേന പോകുന്ന ഒരു പോക്കിലാണ് ഈ 8 വീട്ടിൽ പിള്ളമാരും മാടമ്പികളും മറ്റു തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളും ഒക്കെ കൂടി ചേർന്ന് ആരേനെ ഈ റാണിക്ക് കാണിക്ക സമർപ്പിക്കാനായിട്ട് പോകുന്ന ഒരു ടീം ഉണ്ടല്ലോ, അവരെ ആക്രമിച്ചിട്ട് ഭൂരിഭാഗം പേരും, ഒരു 140ഓളം പേര് അതില് മരിച്ചിട്ടുണ്ട്. ആ ഒരു ആക്രമണത്തില് ബ്രിട്ടീഷുകാർ മരണപ്പെട്ടിട്ടുണ്ട്. അതില് ഈ പറയുന്ന വില്യം ഗിഫോർഡും ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ആരാണ്? അത് ആദിത്യവർമ്മനായിരുന്നു. ആദിത്യവർമ്മൻ. ദെൻ ഈ കലാപത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഒരു ഉടമ്പടി ആയിരുന്നു. ആ ഒരു ഉടമ്പടി ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി. ഞാനിവിടെ എഴുതാം. വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയുടെ വർഷം വരുന്നത് 1723 വേണാട് ഉടമ്പടിയുടെ വർഷം വരുന്നത്. അപ്പോൾ ഈ കലാപം നടക്കുന്ന ഒരു സമയത്ത് തലശ്ശേരിയിൽ നിന്നൊക്കെ ഉള്ള സൈന്യം എത്തിയിട്ട് കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം എത്തിയിട്ട് കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 1723 കലാപം അതിന്റെ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അലക്സാണ്ടർ ഓം അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും ചേർന്നാണ്. മാർത്താണ്ഡവർമ്മ
മാർത്താണ്ഡവർമ്മയും ചേർന്നാണ് ഈ ഒരു വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക ഉടമ്പടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് വേണാട് ഉടമ്പടിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് വേണാട് ഉടമ്പടി എന്ന് മനസ്സിലായി. ഒപ്പുവെച്ചിട്ടുള്ള വർഷം ഏതാണ് വേണാട് ഉടമ്പടിയുടെ? 1723 എന്നുള്ളത് മനസ്സിലായി. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്? മാർത്താണ്ഡവർമ്മയും അതുപോലെ ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിന്ന് അലക്സാണ്ടർ ഓമും ചേർന്നാണ് ഇത് ഒപ്പുവെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ആറ്റിങ്ങൽ കലാപം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കലാപമായിട്ടുള്ള പഴശ്ശി കലാപത്തിലേക്ക് പോവാം. പഴശ്ശി കലാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഴശ്ശി സമരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഘട്ടങ്ങളിലായിട്ട് രണ്ട് പഴശ്ശി കലാപങ്ങളായിട്ടാണ് നടന്നിട്ടുള്ളത്. മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയതിനെ തുടർന്നിട്ട് വയനാട്ടിലും കോട്ടയത്തും നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളായിരുന്നു പഴശ്ശി സമരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ കോട്ടയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കോട്ടയം ജില്ലയല്ല, മലബാറിലുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പൊ ആദ്യ പഴശ്ശി സമരത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോട്ടയം സമരത്തിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ വർഷം വരുന്നത് 1793 മുതൽ 1797 വരെയാണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം പഴശ്ശി കലാപമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാര് അപ്പൊ ഈ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് അതുവരെയ്ക്കും പഴശ്ശിരാജയും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാര് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങളിൽ. ടിപ്പു ആയിട്ടുള്ള യുദ്ധത്തിലൊക്കെ ബ്രിട്ടീഷുകാരെ പഴശ്ശിരാജ സഹായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ വിജയിച്ചു കഴിഞ്ഞാല് മലബാർ പ്രദേശം പഴശ്ശിരാജയ്ക്ക് നൽകാമെന്നുള്ളൊരു വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു അത്. ഓക്കെ, വയനാട് പ്രദേശം ബ്രിട്ടീഷുകാര് പഴശ്ശിക്ക് കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു. എന്നാൽ 1792 എന്ത് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 എന്ത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഒരു ഉടമ്പടി പ്രകാരം മലബാർ ഭാഗം ടിപ്പു സുൽത്താനിൽ നിന്ന് ആർക്ക് ലഭിച്ചു? മലബാർ ഭാഗം മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശം പഴശ്ശിരാജയ്ക്ക് കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരവിടെ വിശ്വാസവഞ്ചന കാണിച്ചു. അവര് അത് പഴശ്ശിരാജയ്ക്ക് കൊടുക്കാതെ പകരം പഴശ്ശിരാജയുടെ ആ ഒരു അമ്മാവൻ ആയിട്ടുണ്ടായിരുന്ന കുറുമ്പറനാട് രാജാവിന് അതല്ലെങ്കിൽ കുറുമ്പ്രേശന് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലബാറിന്റെ നികുതി പിരിവ് നൽകി. അപ്പൊ ഇതാണ് മലബാറിന്റെ നികുതി പിരിവ് കുറുമ്പ്രദേശന് നൽകിയതാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതായത് ഒരു വിശ്വാസവഞ്ചന കാണിച്ചല്ലോ, അത് പഴശ്ശിരാജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് കാരണം എന്ന് പറയുന്നത്? ഒരു നികുതി കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മലബാറിന്റെ അവകാശം അധികാരം ബ്രിട്ടീഷുകാര് പഴശ്ശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തില്ല. പിന്നെ അവര് ഭയങ്കരമായിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ അങ്ങനെ ഒന്നാം പഴശ്ശി കലാപം ആരംഭിച്ചു. ഈ പഴശ്ശിരാജനെ സഹായത്തിനായിട്ട് കുറച്ചു പേരുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ഒളിപ്പോര് യുദ്ധങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ചെമ്പൻ പോക്കർ, അതുപോലെ കൈതേരി, അമ്പു നായർ, എടച്ചേന, കുങ്കൻ നായർ, ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ പഴശ്ശിരാജന് സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നു. അതിനു പുറമെ വയനാട്ടിലെ കുറിച്യരുടെ നേതാവായിട്ടുണ്ടായിരുന്ന തലക്കൽ ചന്തുവും ഉണ്ടായിരുന്നു. അങ്ങനെ യുദ്ധമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ബ്രിട്ടീഷുകാര് 1797 ഒരു കരാർ, അതായത് പഴശ്ശിരാജയുടെ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന്റെ ഒരു വെളിച്ചത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു അനുരഞ്ജന കരാറിൽ ഏർപ്പെടാനായിട്ട് തീരുമാനിച്ചു. 1797 അങ്ങനെ പഴശ്ശി കലാപം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാനായിട്ട് ഇവർക്കിടയിൽ അതായത് ബ്രിട്ടീഷുകാർക്കും പഴശ്ശിക്കും ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ചിറക്കൽ രാജാവ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു പേരും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ചിറക്കൽ രാജാവ്. ദെൻ ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാര് പഴശ്ശിക്ക് 8000 രൂപ പെൻഷൻ കൊടുക്കാമെന്നും വർഷം 8000 രൂപ പെൻഷൻ കൊടുക്കാമെന്നുള്ള ഒരു അവകാശം കൊടുക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ താൽക്കാലികമായിട്ട് പഴശ്ശി കലാപം നിർത്തിവെച്ചു. ഓക്കെ, ദെൻ പിന്നീട് 1800-1805 കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്.
അപ്പൊ എന്താണ് ഈ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത്? രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ നേരത്തെ 1793 പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഉടമ്പടി, ആ ഒരു ഉടമ്പടിനെ പീരുശ്ശേരി സന്ധി എന്നാണ് പറയുന്നത്. അതായത് പീരുശ്ശേരി എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ഒരു ഉടമ്പടി നടന്നുകൊണ്ട് ഒരു പീരുശ്ശേരി സന്ധി എന്ന് പറയുന്നു. ആ പേരൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അപ്പൊ ആ ഒരു സന്ധി ലംഘിച്ചിട്ട് ബ്രിട്ടീഷുകാര് വയനാട് സ്വന്തമാക്കാൻ ശ്രമിച്ചതോടെയാണ് എന്തുണ്ടായത്? അതായത് ആ സന്ധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനി വയനാട് ആക്രമിക്കുന്നില്ല, ഇങ്ങനെ പഴശ്ശിരാജയ്ക്ക് ഇങ്ങനെ എത്ര രൂപ നിശ്ചിത തുക വർഷാവർഷം തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി ഞങ്ങളോട് യുദ്ധത്തിനൊന്നും വരരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ സന്ധി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം കഴിഞ്ഞതോട് കൂടിയിട്ട് മലബാർ പ്രദേശം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് മൈസൂരിൽ നിന്ന് വിട്ടുകിട്ടി. അപ്പൊ ബ്രിട്ടീഷുകാരുടെ സ്വഭാവം പിന്നെയും മാറി. അവരെന്ത് ചെയ്തു? അവര് വയനാട് സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചതാണ് പിന്നെയും യുദ്ധം ആരംഭിക്കാനായിട്ട് കാരണം. ഓക്കെ, അപ്പൊ 1800 ആർതർ വെല്ലസ്ലി അധികാരത്തിൽ വരുന്നത് കേട്ടോ. 1800 ആർതർ വെല്ലസ്ലി അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ആർതർ വെല്ലസ്ലി അധികാരത്തിലെത്തി തലശ്ശേരിയിൽ വെച്ചിട്ട് ഈ ശത്രുവിനെ ആക്രമിക്കാനായിട്ട്, അതായത് ശത്രു എന്ന് പറയുന്നത് ആരാ? നമ്മുടെ പഴശ്ശിരാജേനെയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു രണ്ടാം പഴശ്ശി യുദ്ധത്തില് കലാപകാരികളെ വയനാട്ടില് മാത്രം ഒതുക്കി നിർത്താനുള്ള ഒരു നടപടിയാണ് ആര്? ഈ കേണൽ വെല്ലസ്ലി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ വെല്ലസ്ലിയുടെ പേര് മറക്കരുത്. 1800 അദ്ദേഹം അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. മൈസൂരിലെയും അതുപോലെ ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെയും ഒക്കെ ഒരു സർവ്വസൈന്യാധിപനായിട്ടാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ ഭാഗമായിട്ട് 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്നിട്ടാണ് ഈ പനമരം കോട്ട 1802 പിടിച്ചെടുക്കുന്നത്. ദെൻ ഈ പഴശ്ശി വിപ്ലവത്തിന്റെ സമയത്ത് മലബാറിലെ കളക്ടർ ആയിട്ടുണ്ടായിരുന്നത് തോമസ് ഹാർവി ബേബർ ആയിരുന്നു. മലബാറിലെ സബ് കളക്ടർ, അതായത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു തോമസ് ഹാർവി ബാബർ. ദെൻ തോമസ് ഹാർവി ബാബറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു പുതിയ പോലീസ് സേനയെ കുറിച്ചും കൂടി നമ്മൾ പഠിക്കണം. കോൽക്കർ എന്നാണ് ആ സംഘത്തിന്റെ പേരുണ്ടായിരുന്നത്. 1804 ഈ പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനായിട്ടുള്ള ഒരു ചുമതല ഈ തോമസ് ഹാർവി ബാബർക്ക് ലഭിക്കുന്നുണ്ടായി. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ട് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തില് ഈ തോമസ് ബാബർ പുൽപ്പള്ളിയില് നിയമിച്ചിട്ടുള്ള 1200 പോലീസുകാർ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക സേനേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൽക്കർ എന്ന പേരില് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു ഗൊറില്ല വാർഫെയർ അല്ലെങ്കിൽ ഒളിപ്പോർ യുദ്ധമുറ പയറ്റിയിട്ട് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരൻ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. ആ ഒരു സമയത്തിനിടയിലാണ് ബ്രിട്ടീഷുകാര് പഴശ്ശിരാജേനെ ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത് ആ ഒരു സമയത്താണ്. അതായത് പഴശ്ശി വിപ്ലവത്തിനെ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്ന സൈന്യാധിപൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ആർതർ വെല്ലസ്ലി ആയിരുന്നു കേട്ടോ. 1805 നവംബർ 30 നടന്നിട്ടുണ്ടായിരുന്ന പോരാട്ടത്തില് മാനന്തവാടിക്ക് സമീപത്തുള്ള പുഴയ്ക്കൽ കളം, അവിടെ വെച്ചിട്ടാണ് ബ്രിട്ടീഷ് സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലില് പഴശ്ശിരാജ വീരമൃത്യു വരിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തില് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും ശക്തവും നീണ്ടു നിന്നതുമായിട്ടുള്ള പോരാട്ടമായിരുന്നു ഏത്? പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ പഴശ്ശിരാജ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ഥലം ഏതാണ്? മാവിലന്തോടാണ് കേട്ടോ. കൽപ്പറ്റയ്ക്ക് അടുത്ത് മാവിലന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. മാനന്തവാടിക്ക് സമീപമുള്ള മാവിലോട് എന്നാണ് എഴുതിയിട്ടുള്ളത്. മാവിലന്തോട് വെച്ചിട്ടാണ് ബ്രിട്ടീഷ് സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജാവ് വീരമൃത്യു വരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത കലാപം നോക്കാം. അടുത്ത കലാപം വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരമാണ്. അപ്പൊ ഈ കുണ്ടറ വിളംബരം ഇതിന്റെ വർഷം വരുന്നത് 1809 ആണ്. 1809 ജനുവരി 10 വേലുത്തമ്പി ദളവയുടെ കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ പശ്ചാത്തലം? തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന രാമവർമ്മ മഹാരാജാവിന്റെ, അതായത് ബാലരാമവർമ്മയുടെ ദളവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്ത്രിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വേലുത്തമ്പി. അപ്പൊ ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അതിക്രമങ്ങളും അതുപോലെ സബ്സിഡറി അലയൻസ്, എന്താണ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്?
സൈനിക സഹായ വ്യവസ്ഥ അല്ലെ, അതായത് നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാര് അവരുടെ ഒരു സൈന്യത്തിനെ നിലനിർത്തണം. ബ്രിട്ടീഷുകാരുടെ ഒരു സൈന്യത്തിനെ നാട്ടുരാജ്യങ്ങളുടെ സൈന്യത്തെ പിരിച്ചുവിട്ടിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ നിലനിർത്തണം. അതിന്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഈ അതത് നാട്ടുരാജ്യങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അലയൻസ് ആയിരുന്നു സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഈ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഈ ഇടപെടലും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തിരുവിതാംകൂറിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ജനങ്ങളെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിളംബരമാണ് എന്ത്, ഈ കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരെ തിരുവിതാംകൂറിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ തുരത്തി ഓടിക്കണം എന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ, 1809 ജനുവരി 11, സോറി ഞാൻ നേരത്തെ 10 എന്നാണ് പറഞ്ഞിട്ടായിരുന്നത്, ജനുവരി 11 വേലുത്തമ്പി ദളവ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് സൈന്യം തിരുവിതാംകൂറിനെ ആക്രമിക്കുകയും അപ്പൊ പിടിയിലാകാതിരിക്കാനായിട്ട് വേലുത്തമ്പി ദളവ എന്താ ചെയ്തത്, മണ്ണടി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു സമരം എന്ന് പറയുന്നത് പാലിയത്തച്ഛന്റെ സമരമാണ്. പാലിയത്തച്ഛന്റെ സമരം 1809 തന്നെയാണ്. ഈ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ ദളവയുടെ, വേലുത്തമ്പി ദളവയുടെ ഒരു അദ്ദേഹവുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കൊച്ചി ദളവയായിട്ടുണ്ടായിരുന്ന പാലിയത്തച്ഛൻ. ഗോവിന്ദൻ മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാലിയത്തച്ഛൻ എന്നുള്ളത് ഒരു സ്ഥാനപ്പേര് പോലെ ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ കൊച്ചി രാജ്യത്ത് ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിച്ചതിനെ ചെറുക്കാനായിട്ടായിരുന്നു ഈ ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. വർഷം ഏതാണ്, 1809 തന്നെയാണ്. അപ്പൊ പരാജയത്തെ തുടർന്നിട്ട് പാലിയത്തച്ഛനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് നാട് കടത്താണ്. ഈ ഒരു യുദ്ധത്തില് ബ്രിട്ടീഷുകാരനെ തോൽപ്പിക്കാനായിട്ട് പാലിയത്തച്ഛന് സാധിച്ചില്ല. അപ്പൊ പാലിയത്തച്ഛനെ ഈ പരാജയത്തിനെ തുടർന്നിട്ട് ബ്രിട്ടീഷുകാർ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. ബോംബെയിലെ മലബാർ തീരത്തുള്ള പ്രിൻസ് ഓഫ് വേൾഡ് ദ്വീപില് തടവിലാക്കുകയും ചെയ്തു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആര്, പാലിയത്തച്ഛൻ മരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് കുറിച്യ ലഹള. 1812 കുറിച്യ ലഹളയുടെ വർഷം വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും അവസാനത്തെ വലിയ ഗോത്രവർഗ കലാപം. ഓക്കെ, ഒരു ഗോത്രവർഗ കലാപമായിരുന്നു ഏത്, കുറിച്യ കലാപം എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥലം വരുന്നത് വയനാടാണ്. അപ്പോ നേതൃത്വം ആരാണ് കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്? അപ്പോ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് തലക്കൽ ചന്തുവിന്റെ കുടുംബാംഗങ്ങൾ. അതായത് കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കുറിച്യരും കുറുമ്പരും ചേർന്നിട്ടുള്ള ഒരു സമുദായമായിരുന്നു ഇവിടെ കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രധാന നേതാവ് എന്ന് പറയുന്നത് രാമനമ്പി ആയിരുന്നു കേട്ടോ. നേതാവ് ആരായിരുന്നു? രാമനമ്പിയായിരുന്നു പ്രധാന നേതാവായിട്ട് ഉണ്ടായിരുന്നത്. ദെൻ ഈ തലക്കൽ ചന്തുവിന്റെ എന്ന് പറയുന്നതിൽ കൊടുക്കാനായിട്ടുള്ള കാരണം അദ്ദേഹം കുറിച്യപടയുടെ നേതാവായിരുന്നല്ലോ. പഴശ്ശി കലാപത്തിൽ കുറിച്യപടയുടെ നേതാവായിരുന്നു ആര്? തലക്കൽ ചന്തു. അപ്പൊ അദ്ദേഹം ആ ഒരു പഴശ്ശി കലാപത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ദെൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ കുറിച്യരും അതുപോലെ തന്നെ കുറുമ്പ്ര സമുദായത്തിൽ പെട്ടിട്ടുള്ള വ്യക്തികളും ചേർന്നാണ് ഈ ഒരു കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറുമ്പ്ര സമുദായങ്ങൾ ചേർന്നാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കനത്ത നികുതിയും ഈ നികുതി, അതായത് ഭയങ്കര ഹൈ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഹൈ ടാക്സ് ഏർപ്പെടുത്തിയെന്നുള്ളത് മാത്രമല്ല, ഈ ഒരു നികുതി എന്ത് ചെയ്യണം, പണമായിട്ട് തന്നെ നൽകണം എന്നുള്ള ഒരു ക്ലോസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പ്രധാന കാരണം. അതായത് അതുവരെ ബ്രിട്ടീഷുകാർക്ക് ഇവര് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന ഭരണാധികാരിക്ക് അവരുടെ എന്താണോ അവർക്ക് ഹാർവെസ്റ്റ് ചെയ്ത് ലഭിക്കുന്നത് അതിൽ നിന്ന് ഒരു പങ്കാണ് അവര് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് പകരം പണ രൂപത്തിൽ തന്നെ, അതായത് നാണ്യവ്യവസ്ഥ അവിടെ ഏർപ്പെടുത്തി. അതാണ് എന്തിന് കാരണമായിട്ടുള്ളത്? കുറിച്യ ലഹളയ്ക്കുള്ള പ്രധാന കാരണമായിട്ട് വന്നിട്ടുള്ളത്.
അപ്പൊ ഇങ്ങനെ ബ്രിട്ടീഷുകാര് ഒരു പണമായിട്ട് തന്നെ നൽകണമെന്ന് പറഞ്ഞു. ആ പണമായിട്ട് നൽകാത്ത പക്ഷം ആ ഗോത്ര വിഭാഗങ്ങളുടെ ഒക്കെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് പ്രധാന കാരണം. അപ്പൊ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സേന ക്രൂരമായിട്ട് ഈ ഒരു സമരം അടിച്ചമർത്തുകയും നിരവധി കുറിച്യരെ തൂക്കിലേറ്റുകയും നാട് കടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് പ്രധാനമായിട്ട് കുറച്ച് കലാപങ്ങൾ പഠിച്ചു. ആറ്റിങ്ങൽ കലാപം, അതുപോലെ അഞ്ചുതെങ്ങ് കലാപത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പഴശ്ശി കലാപങ്ങളെ കുറിച്ച് പറഞ്ഞു. ദെൻ കുണ്ടറ വിളംബരം, പാലിയത്തച്ഛന്റെ സമരം, ദെൻ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കുറിച്യ കലാപത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു.